വളരെ കറക്റ്റാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞല്ലോ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു ഭാഗം അത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ എന്ന് ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നു, സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് എന്നത് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അടുത്ത ചോദ്യം, ഇത് ആര് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യനാണ് ഉത്തരം നമുക്ക് കിട്ടേണ്ടത്. നോക്കൂ, രാഹുൽ ഗാന്ധി ഒരു പരാതിക്കാരനല്ലാന്നിരിക്കട്ടെ, രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തുന്നേ ഇല്ല. അതേ സ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന് ഇത് മനസ്സിലാവുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സിനുള്ള പരിപാടി ചെയ്യണ്ടേ, അതിൻ്റെ സ്റ്റെപ്സ് അവരെടുക്കണ്ടേ? അതെന്നെ എടുക്കണ്ടാത്ത ഈ ഡോക്യുമെൻറ്റിൻ്റെ നോക്കൂ, ഈ ഇലക്ട്രൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് ആരാണ് പ്രിപ്പയർ ചെയ്തത്? ആരാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്? ആരാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ആരാണ് ആഡ് ചെയ്യുന്നത്? ഈ പ്രോസസ്സുകളെല്ലാം നടത്തുന്നത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുമ്പം അവരുടെ റോള് ഒരു കാരണവശാലും അത് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പം അവരുണ്ടാക്കിയ രേഖയ്ക്കകത്ത് ഒരു പെശ കൊണ്ട് എങ്കിൽ ആ രേഖ തിരുത്തേണ്ടത് ആരാണ്? നമ്മൾ സുപ്രീം കോടതി പൊക്കോളാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതി പൊക്കോളാൻ പറയുക. എൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയുക. അത് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്തൊരു കറപ്ഷൻ ഉണ്ട്, ഒരു മാൽ പ്രാക്ടീസ് ഉണ്ട് എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അത് കോടതിയിൽ കൊണ്ടുവന്ന് നമ്മളൊരു പെറ്റീഷൻ കൊടുത്ത് ആ പെറ്റീഷനകത്ത് ഇതെല്ലാം റിപ്പെറ്റീഷനകത്ത് ഇതെല്ലാം എഴുതി അപ്പോൾ ഉള്ള കുഴപ്പം എന്നറിയോ? അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. അത് രാജ്യത്തെ ജനങ്ങൾ സാധാരണക്കാരനറിയില്ല. സാധാരണക്കാർ പൂർണ്ണമായി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണമെന്നില്ല. ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും എങ്ങനെ അറിയാൻ പറ്റില്ല. ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പറ്റില്ല. കാര്യം അതിൻ്റെ പുറകെ മാധ്യമങ്ങൾ പോകത്തില്ല. മാധ്യമങ്ങളും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ചർച്ചയ്ക്കെടുക്കുന്നത് ജനങ്ങളുടെ അടുക്കിലേക്ക് ഇത് എത്തിക്കുന്നതിന് കാരണം ഇത് പരസ്യമായ വാർത്താ സമ്മേളനം നടത്തുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് കോടതിയെ വിശ്വാസമില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കോടതിയെ വിശ്വാസമുള്ള കാര്യമാണ്. കോടതി ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന നമ്മൾ വീണ്ടും കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു കക്ഷികളോ ഓരോ ആവശ്യങ്ങൾക്ക് കോടതിയെ തന്നെയാണ് സമീപിക്കുന്നത്. ആ കോടതിയെ വിശ്വാസം ഇല്ലയോ എന്നുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ഈ പറയുന്ന പൊളിറ്റിക്കൽ ആൻസർ കിട്ടേണ്ടതിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, നോക്കൂ, ഈ പറയുന്ന ഡോക്യുമെന്റിനകത്തെ വീഴ്ച എന്താ? അഡ്രസ്സിന്റെ കാര്യം, സീറോ അഡ്രസ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. ശരി, ഈ സീറോ അഡ്രസ്സിലുള്ള ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയമാണ്. ഈ പറയുന്ന ഇപ്പൊ ലാൽ കുമാർ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ അഡ്രസ്സ് സീറോ ആണ്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ പേരിൽ എങ്ങനെയാണ് APQ എന്നൊക്കെ വരുന്നത്? അതിനകത്തൊരു പേരുണ്ടാകത്തില്ലേ? അതൊരു പേരുണ്ടാകണ്ടേ അവിടെ? അങ്ങനെ വരുന്നേ? ഒരു വീട്ടിൽ 500 വോട്ടേഴ്സ്, അതിൻ്റെ ഗ്രൗണ്ട് ചെക്ക് നടത്തണ്ടേ? അത് ആര് നടത്തി? ചോദ്യമാണ്. നോക്കൂ, ഇതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കേണ്ടത് ഇതിൻ്റെ മാൽ പ്രാക്ടീസിൻ്റെ ഒരു പ്രശ്നം. നോക്കൂ, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനകത്ത് ഒരു മെമ്പറായിരുന്നു ആ ബോഡിയുടെ. ഇവർ അമെൻഡ് ചെയ്തെടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട ഈ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട സാധനം അമെൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ് ഇതൊരു ലാർജർ നറേറ്റീവായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നോക്കൂ, കേരളത്തിൽ ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. ഗോപാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഗോപാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ജാഗ്രതയോടുകൂടി നോക്കേണ്ട കാര്യമാണ് കേട്ടോ. ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ? നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്, എല്ലാ ചർച്ചകളും വരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ, അല്ലേ അദ്ദേഹം ഉപയോഗിച്ച വാക്കല്ലേ? എന്തിനാ BJP-ക്കാർ കൊണ്ടുവരുന്നേ? കാശ്മീരിൽ നിന്ന് ഒരു പൗരൻ ഈ രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് വന്ന് താമസിക്കാൻ, അയാൾക്ക് ഒരു പെർമനന്റ് റെസിഡന്റ് ആകാൻ കേരളത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വരുന്നു. അയാൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ അയാൾ ഇവിടെ വോട്ട് ചെയ്യും, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കും. അതിന് BJP-യുടെ സഹായമോ CPM-ന്റെ സഹായമോ കോൺഗ്രസിന്റെ സഹായമോ വേണ്ട. പക്ഷെ സംഭവിക്കുന്നതിനാ, ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾ കൊണ്ടുവരുക. അതാണ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്ന കൊണ്ടുവരുന്ന ആളുടെ പേര് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കും. എന്നിട്ട് ഇവിടുത്തെ വോട്ട് കഴിയും. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് അപ്പോഴല്ലല്ലോ നടക്കുന്നത്. പിന്നീട് അവിടെ പോയി വീണ്ടും വോട്ട് ചെയ്യും. ഇത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതാ. ഈ 2 വോട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് ആരാണ്? ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇപ്പം രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ട്. പരാതി എഴുതി കൊടുത്താലേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാജ്യത്ത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ്. നോക്കൂ, ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ഫണ്ടമെന്റൽ ടെനന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പാണ്. ആ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് നശിച്ചാൽ ഇതെല്ലാം പോയി.
ആ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് നശിക്കുന്ന രീതിയിലാണ് ഇവർ ഇടപെടുന്നത്. ഇപ്പൊ നോക്കൂ, കിരൺ റിജു പറഞ്ഞ എന്താ? കിരൺ റിജു പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ വീഡിയോ അതും ടാമ്പേർഡ് ആണ്, അത് കള്ളത്തരമാണ്. നമ്മളെല്ലാം കേട്ടതാണ്, നമ്മളെല്ലാം ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് മലയാളിക്ക് കാര്യം മനസ്സിലായി. ഇത് എവിടാ കിരൺ റിജു പറയേണ്ട ഓഡിയൻസ് എവിടാ? യു പിയിലും ബീഹാറിലും ഒക്കെ ഉള്ള ആൾക്കാരോടാ പറയുന്നത് അയ്യോ ഇത് കോൺഗ്രസും ബാക്കിയുള്ളവരും കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ അത് കള്ളത്തരമാണോ? കള്ളത്തരമല്ല, നമുക്കറിയാം കള്ളത്തരമല്ല എന്ന്. പക്ഷെ അവിടെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലടത്ത് പറയുന്ന കാര്യങ്ങൾ നുണ, ചില സ്ഥലങ്ങൾ വർക്ക് ചെയ്യും. കിരൺ റിജു പറയുന്ന സാധനം യു പിയിലെ ബീഹാർ ആ മേഖലയിൽ വർക്ക് ചെയ്യും. അവർ നിശ്ചയമായും വിശ്വസിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടേ ഇല്ലെന്ന്. പക്ഷെ ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞതാണ്, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമരം നടത്തേണ്ട സ്ഥാനത്തിന് നമ്മൾ സമരം നടത്തി തന്നെ, അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. CAക്കെതിരെ സമരം നടത്തി നേരെ സുപ്രീം കോടതി പോയാൽ മതിയായിരുന്നല്ലോ. സുപ്രീം കോടതിയിലും പോയി, അതവിടെ പെൻഡിങ് ആണ് പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ രാഷ്ട്രീയ സമരങ്ങളെ, രാഷ്ട്രീയ വിഷയങ്ങളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ ഇരിക്കുന്ന ആൾക്കാർ റെസ്പോൺസ് സുവമോട്ടോ അവർ ക്ലിയർ ചെയ്യേണ്ട വിഷയങ്ങളെ നമ്മളിലേക്ക് ബേർഡൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യണമെന്ന് പറയുന്നതിനടുത്ത് അവിടെയാണ് ഇവർ ഇരട്ടത്താപ്പ്. ആ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സുതാര്യത കീപ്പ് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന പോയിന്റിലേക്ക് കൂടി താങ്കൾ വരികയാണ്. ഞാനൊന്ന് വരാമേ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇതിലിപ്പോൾ സുപ്രീം കോടതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തുടർ വാർത്താ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് നടക്കുന്ന പല വിധത്തിലുള്ള തട്ടിപ്പുകൾ, അതിൻ്റെ പല ഇൻസിഡൻസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതെല്ലാം കൂടെ നേരെയാക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുമോ?